ഞങ്ങളെ രണ്ടുപേരുടെയും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ ഈ ചേട്ടത്തിയും അനീത്തിയും പോലെ തോന്നണ്ട. ചെറുതായിട്ട് വേണമെങ്കിൽ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ കഥ പറയട്ടെ. 3 സിനിമാ കഥ ചേർത്ത കഥയാണ്. നായകനും കുടുംബത്തിനും ദേഹണ്ണമാണ് ജോലി. ദേഹണ്ണം എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഈ സദ്യയൊക്കെ ഉണ്ടാക്കണം. നായകന്റെ അച്ഛൻ വയസ്സാം കാലത്ത് പിന്നെയും അച്ഛനായി. ആദ്യം വിഷമം തോന്നിയെങ്കിലും പിന്നീടത് ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു. കരിഞ്ഞുപോയ വിഭവം കൊണ്ട് ഉണ്ണി മധുരം ഉണ്ടാക്കി വിളമ്പി. അങ്ങനെ സദ്യ വിളമ്പുന്നതിനിടയിൽ മിസ്റ്റർ പോഞ്ഞിക്കര ഉണ്ണാൻ വന്ന ഒരാളുമായി ചോറിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി. ചോറ് എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് വരെ അദ്ദേഹം ചോദിച്ചു. ആ വാശിയിൽ ഊണ് വേണ്ട എന്ന് വെച്ച് അയാൾ തട്ടിൽ കുട്ടി ദോശ ഓർഡർ ചെയ്തു. മാറിപ്പോയ ആ ഫോൺ വിളിയിൽ കാളിദാസന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മായ. അപ്പൊ ഇതാണ് കഥ. ഈ ഒരു കഥ അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറയണത് ബൈ ആൽഫബറ്റിക്കൽ ഓർഡർ നമ്മുടെ സോഫി ചേച്ചിയാണ്. സോഫി ചേച്ചിക്കാണ് ആദ്യത്തെ ചാൻസ് ഉത്തരം പറയാൻ. എന്തെങ്കിലും പിടി കിട്ടിയോ? ചേട്ടച്ചൻ എന്നൊരു പിടി കിട്ടി. സിനിമയുടെ പേര് ശരി, നമുക്ക് ഇപ്പുറത്തൊന്ന് പാസ് ചെയ്താ പറയൂ നോക്കാം. രസികനാണോ? അങ്ങനെയൊന്നുമില്ല, പറ. ദിലീപിന്റെ ഇല്ല. ചേട്ടച്ചൻ എന്ന് പറയുമ്പോഴത്തേനും അത് മോഹൻലാലുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. പറ, സിനിമ പറ. മോഹൻലാലുമായിട്ട് കണക്ട് ചെയ്യുന്നേന്നറിയാം. സിനിമയുടെ പേര് പറയണം. സിനിമയുടെ പേര് അറിയില്ല. അറിയില്ല. അപ്പൊ ഇനി ഞാൻ ക്ലൂ തന്നു തുടങ്ങും. ആരാണ് പറയുന്നതെന്നുള്ളത് നോക്കാം. ദേഹണ്ണമാണ് ജോലി. വയസ്സാം കാലത്ത് രണ്ടാമതൊരു കുട്ടിയുണ്ടായി എന്ന് പറയുന്ന സിനിമയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പ എന്നാണ്. പിന്നെ അത് വെച്ചൊരു മോതിരമുണ്ട്. അതെ അതെ. പവിത്ര. സോഫി ചേച്ചി ഒരെണ്ണം കയറി. രണ്ടാമത്തെ സിനിമയുടെ ചോറിന് വേണ്ടി വഴക്കുണ്ടാക്കി എന്ന് പറയുന്ന സിനിമയുടെ പേരിന്റെ ആദ്യത്തെ വാക്ക് നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വാക്ക് രാമായണത്തിലുണ്ട്. ഇനി മൂന്നാമത്തെ സിനിമ ദിലീപിന്റെ സിനിമയാണത്. നമ്മുടെ എല്ലാം ഡൈനിങ് ടേബിളിന്റെ പുറത്ത് സ്ഥിരമായിട്ട് ചിലപ്പോ ഇത് രണ്ടും ഉണ്ടാവും. വരുന്നുണ്ട്. പറഞ്ഞത് പറയൂ. അല്ല, ഞാൻ ദൈവമേന്ന് പറഞ്ഞ ഭരതമല്ല, കമലദളം. ദിലീപിന്റെ ഭരതോ? അതൊക്കെ പറഞ്ഞു പോയി. അത് കഴിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അതിനുശേഷമാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത്. അതെ, അപ്പോഴാണ് ടീച്ചിങ് നിർത്തിയത്. കല്യാണരാമൻ. പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് എന്റെ ഉത്തരവാദിത്വം അല്ലേ പറയിക്കണ്ടേ? ഒരു സിനിമയും കൂടെ ഉണ്ട്. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ 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 അത് പെപ്പർ എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മുമ്പിലുള്ള അതാണ് സാൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ. സീസൺ 4-ൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് onceupon a time@gmail.com എന്ന മെയിലിലേക്ക് അയക്കുക.